സാക്ഷാൽ മാഗ്നസ് കാൾസനെ മലർത്തിയടിച്ച പ്രജ്ഞാനന്ദയുടെ ആദ്യത്തെ ഗെയിം നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മൾ ഇവർ രണ്ടും വീണ്ടും ഏറ്റുമുട്ടുന്ന ഒരു ഗെയിമാണ് കാണാൻ പോകുന്നത്. അതേ ടൂർണമെന്റിൽ നോർവേ ചെസ് 2024 ആദ്യത്തെ കളിയിൽ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ പ്രജ്ഞാനന്ദ കാൾസനെ തകർത്ത് കളഞ്ഞു. എന്നാൽ ഇവിടെ വീണ്ടും കാൾസൺ പ്രജ്ഞാനന്ദയായിട്ട് വീണ്ടും ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഇത് തന്നെ സംഭവിക്കുമോ, അതോ ഡ്രോയിലേക്ക് പോകുമോ, അതോ കാൾസൺ തിരിച്ചടിക്കുമോ നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ പ്രജ്ഞാനന്ദ ഇവിടെ ബ്ലാക്ക് ആണ് കളിക്കുന്നത്, കാൾസൺ ആണ് വൈറ്റ് കളിക്കുന്നത്. കാൾസൺ D4 വെച്ച് കളി തുടങ്ങുന്നു. നൈറ്റ് F6 കളിക്കുന്നു പ്രജ്ഞാനന്ദ. ബിഷപ്പ് F4 ഒരു ലണ്ടൻ സിസ്റ്റം ഗെയിമിലോട്ടാണ് പോകുന്നത്. D5 E3 ബിഷപ്പ് F5 കളിക്കുന്നു. C4. അപ്പോൾ ഇത് ക്യൂൻ സ്പോൺ ഓപ്പണിങ്ങിലെ ആക്സിലറേറ്റഡ് ലണ്ടൻ സിസ്റ്റമാണ് ഇവിടെ കാൾസൺ കളിക്കുന്നത്. E6 കളിക്കുന്നു. നൈറ്റ് C3 ബിഷപ്പ് D6 കളിച്ചിട്ട് ഇവിടെ കാസിൽ ചെയ്യാനാണ് ഇവിടെ പ്രജ്ഞാനന്ദയുടെ ശ്രമം. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു, ക്യൂൻ വെച്ച് വെട്ടുന്നു. ക്യൂൻ B3. അപ്പോൾ ത്രെട്ട് എന്താണ്, ആ B7 പോണിലേക്ക് അറ്റാക്കാണ്. ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പ്രജ്ഞാനന്ദ B6 കളിക്കുന്നു. നൈറ്റ് F3 ഇവിടെ പ്രജ്ഞാനന്ദ കാസിൽ ചെയ്യുന്നു. കാൾസൺ ബിഷപ്പ് E2 കളിച്ച് ഇനി കാസിൽ ചെയ്യാനാണ് ഇവിടെ കാൾസന്റെ ഉദ്ദേശം. പോൺ വെച്ച് വെട്ടുന്നു, ക്യൂൻ വെച്ച് തിരികെ വെട്ടുന്നു. A6 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ഇവിടെ കാൾസന്റെ ഈ ഒരു പവർഫുൾ നൈറ്റിനെ ഈ ഒരു സ്ക്വയറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ തടയുകയാണ്, ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുകയാണ്. അത് മാത്രമല്ല തക്കായ അവസരത്തിൽ B5 കളിച്ച് ഈ ഒരു ക്യൂവിനെ ഓടിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും കാൾസൺ കാസിൽ ചെയ്യുന്നു. നൈറ്റ് BD7 കളിക്കുന്നു പ്രജ്ഞാനന്ദ. റൂക്കിനെ നല്ലൊരു ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ ക്യൂവിനെ നേരെയായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. B5 കളിച്ച് ക്യൂവിനെ ഓടിക്കുന്നു. ക്യൂൻ B3 പോകുന്നു. C5 കളിച്ച് ഇവിടെ പ്രജ്ഞാനന്ദ പൊസിഷൻ മാക്സിമം ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. പോൺ വെച്ച് വെട്ടുന്നു, ക്യൂൻ വെച്ച് തിരികെ വെട്ടുന്നു. ഇപ്പോൾ ഈ രണ്ട് നൈറ്റുകൾ തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആയതുകൊണ്ട് പ്രജ്ഞാനന്ദയുടെ പൊസിഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. നൈറ്റിനെ നല്ലൊരു ബ്യൂട്ടിഫുൾ സെൻട്രൽ സ്ക്വയറിലേക്ക് ഇവിടെ കാൾസൺ ഇവിടെ കൊണ്ടുവരികയാണ്. ഒന്ന് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്കാണ്, പിന്നെ ഈ ഒരു നല്ല സ്ക്വയറിലേക്കൊക്കെ ഭാവിയിൽ വരാവുന്ന നല്ലൊരു സൂപ്പർ സ്ക്വയറിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നൈറ്റ് വന്നിരിക്കുന്നത്. ഈ ബിഷപ്പ് വളരെയധികം പവർഫുൾ ആണ് ഇവിടെ കാൾസൻ്റെ. അതുകൊണ്ട് ബിഷപ്പിനെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ഇവിടെ പ്രജ്ഞാനന്ദ ഇവിടെ ഈ നല്ല സ്ക്വയർ എല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രജ്ഞാനന്ദയുടെ ഈ ഒരു ബിഷപ്പ് വളരെയധികം പവർഫുൾ ആണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഈ പോണൊക്കെ ഇവിടെ വന്നിട്ട് ആകെ ഒരു ഡബിൾ പോൺ സ്ട്രക്ചർ പോലെയാവും. അതുകൊണ്ടാണ് ബിഷപ്പിനെ ഇവിടെ പ്രിസർവ് ചെയ്തിട്ട് ഇവിടെ പ്രജ്ഞാനന്ദ ബിഷപ്പിനെ G6 കളിക്കുന്നത്. ഇവിടെ ബിഷപ്പ് ഇവിടെ കളിച്ച് റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്തു. റൂക്ക് A7 കളിക്കുന്നു. റൂക്ക് ഇവിടെ ക്യൂനുമായിട്ട് ലൈനപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇവിടെ കാൾസന് ഒരുപാട് ത്രെഡ്സ് ഉണ്ട്, ഇതുപോലത്തെ നല്ല ഐഡിയാസ് ഉണ്ട്. ഈ നൈറ്റ് മാറിക്കഴിഞ്ഞാൽ കുറേ ഡിസ്കവേർഡ് ത്രെഡ്സ് ക്യൂനിലോട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്യൂനെ ഇവിടെ G5 പ്രജ്ഞാനന്ദ കളിക്കുന്നു. കാൾസൺ നൈറ്റ് C6 കളിച്ചിട്ട് ഈ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഇതൊരു വളരെ ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ഇവിടെ പ്രജ്ഞാനന്ദ കറക്റ്റായിട്ട് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും. പ്രജ്ഞാനന്ദ പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവാണ് കളിക്കുന്നത്. നൈറ്റ് E5 കളിക്കുന്നു. തൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മൂവ് കളിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാവുന്ന ഏറ്റവും വലിയ സംശയം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൂവ് കളിച്ചു? അതിന് പകരം ഇപ്പോൾ വേറെ എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഈ റൂക്കിനെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ, ഇപ്പോൾ ഒരുപക്ഷെ വേറെ എന്ത് ചെയ്യും? ഇപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഇവിടെ നൈറ്റ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. അതിന് പകരം ഈ റൂക്കിനെ പോയി വെട്ടിയാൽ എന്ത് സംഭവിക്കും? ഗെയിമിൽ അതല്ല നടന്നത്. ഇവിടെ നൈറ്റിനെ ഇവിടെ E5 കളിച്ചതിന് ശേഷം കാൾസൺ കളിച്ചത് നൈറ്റ് വെച്ച് ഈ നൈറ്റിനെ വെട്ടുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, ഇവിടെ ഈ റൂക്കിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും? ഇതിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നൈറ്റ് വെച്ചിട്ട് ബിഷപ്പിനെ വെട്ടി ചെക്കായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണം? പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല, കാരണം ക്യൂവിനും കിങ്ങും ഒരേ ലൈനിലാണ്. കാൾസൺ കിങ് നീക്കി കഴിയുമ്പോൾ ഇവിടെ നൈറ്റ് G4 കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രജ്ഞാനന്ദ ഇമ്മീഡിയറ്റ്ലി വിന്നിങ് ആവും. കാരണം എന്താണ്, ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പക്ഷേ ഇവിടെ F2 അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കാര്യമില്ല, കാരണം നൈറ്റ് ടേക്സ് F2 വളരെ ബ്യൂട്ടിഫുൾ ത്രെഡ്സ് ഉണ്ട്. ഇനി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ നൈറ്റ് ടേക്സ് H2 പോലത്തെ മൂവ് ഉണ്ട്, വീണ്ടും റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് F2 ഉണ്ട്, വെട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് ഇതൊരു ചെക്ക് മെയിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് നൈറ്റ് C6 ശേഷം ഈ ഒരു മൂവിന് ശേഷം നൈറ്റ് വെച്ച് ഇവിടെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നത് കാൾസൺ. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്സാണ് ഇവിടെ പ്രജ്ഞാനന്ദയും കളിക്കുന്നത്. ക്യൂൻ വെച്ച് ഇവിടെ തിരികെ വെട്ടിയെടുക്കുന്നു. A4 കളിച്ചിട്ട് ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുന്നു. പക്ഷേ എന്താണ് ഇവിടെ കാൾസൻ്റെ ഐഡിയ നമുക്ക് നോക്കാം. ഇവിടെ തിരിച്ച് നേരെ ഈ പോൺ വെട്ടിയെടുക്കുമോ? നിങ്ങളാണെങ്കിൽ എന്താണ് കളിക്കുക കാൾസൻ്റെ പൊസിഷനിൽ? നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുമോ, ക്യൂൻ വെച്ച് ഇവിടെ വെട്ടിയെടുക്കുമോ പോണിനെ, അതേ വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഇവിടെ കാൾസൺ കളിക്കുന്നത് ക്യൂനെ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ക്വയറിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു റൂക്കിലേക്ക് അറ്റാക്ക്. അപ്പോൾ ക്യൂൻ ആ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണു, ബിഷപ്പ് ഈ സ്ക്വയറുകളെല്ലാം കൺട്രോൾ ചെയ്യണം. അപ്പോൾ കാൾസന് മാക്സിമം സ്പേസ് കിട്ടുകയാണ്. അപ്പോൾ ഒരു പോണൊന്നും കിട്ടിയില്ലെങ്കിലും
ഇവിടെ കൂടുതൽ സ്പേസ് ഇവിടെ കാൾസൺ ഒറ്റ മൂവ് കൊണ്ട് ഇവിടെ നേടിയെടുക്കുകയാണ്. ഇവിടെ പ്രജ്ഞാനന്ദ ക്യൂനുമായിട്ട് തിരികെ വരുന്നു. കാൾസൺ ഇവിടെയാണ് ആ പോണിനെ തിരിച്ചു വെട്ടിയെടുക്കുന്നത്. ഇവിടെ H6 ആണ് ഇവിടെ പ്രജ്ഞാനന്ദ കളിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ ക്യൂൻ വെച്ച് ക്യൂവിനെ എടുക്കുന്നതായിരുന്നു കുറച്ചും കൂടെ ഒരു ഡ്രോയിഷ് ലൈനിലോട്ട് പോകാനുള്ള കുറച്ചും കൂടെ നല്ല ഐഡിയ. പക്ഷെ കാൾസൺ ഒരു എൻ ഗെയിം തമ്പുരാനായതുകൊണ്ട് കാൾസണിനെതിരെ ഒരു എൻ ഗെയിം പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പ്രജ്ഞാനന്ദയ്ക്ക് അറിയാം. അതുകൊണ്ട് H6 ആദ്യം കളിക്കുന്നു. ഇവിടെ കാൾസൺ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ബിഷപ്പിനെ ഇവിടെ E2 കളിക്കുന്നു. എന്താണ് ഐഡിയ എന്ന് നോക്കാം. നൈറ്റ് ഇവിടെ D5 കളിച്ച് ക്യൂനിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ കാൾസൺ ക്യൂവിനെ D4 കൊണ്ടുവരുന്നു. A5 കളിക്കുന്നു. കാൾസൺ തൻ്റെ നൈറ്റിനെ വീണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയറിലേക്ക് കൊണ്ടുവരികയാണ് C5. ക്യൂൻ B6 കളിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് വളരെ രസകരമായിട്ടൊരു മൂവിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യം ഈ ഒരു ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പവർഫുൾ നൈറ്റിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്രിക്കോഷണറി മൂവാണ്, ഒരു പ്രിപ്പറേറ്ററി മൂവ് പോലെ, ഇനിയൊരു നല്ല മൂവിലേക്കുള്ള ഒരു മൂവ് പോലെ ആദ്യം ഒരു ത്രെട്ട് ആദ്യം ഇവിടെ കാൾസൺ വെക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ നേരെ ഈ B2 പോണിലേക്ക് കൊടുക്കാനാണ് ഇവിടെ പ്രജ്ഞാനന്ദയുടെ ശ്രമം. റൂക്കും ക്യൂനും കൂടെയും ഇപ്പോൾ ആ പോണിലേക്ക് ഒരു കൊട്ടാണ്. കാൾസൺ പക്ഷേ ആദ്യം നൈറ്റിനെ വെട്ടിയെടുത്തു. തിരികെ വെട്ടിയതിന് ശേഷം നേരിട്ട് ഈ ഒരു പോണിനെ വെട്ടാൻ പോണതിന് പകരം ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. B3 കളിച്ചിട്ട് ഇപ്പോൾ ഈ പോണിനെ ഈ നൈറ്റും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് കാൾസൺ ഇതിനെ ഹാൻഡിൽ ചെയ്തു. റൂക്കിനെ ഇവിടെ C7 കളിക്കുന്നു. ഇവിടെയാണ് കാൾസൺ ഒരു കിടിലൻ മൂവ് കളിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കിടിലൻ മൂവാണ് ഇവിടെ കാൾസൺ കളിക്കുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളിവിടെ കാൾസൺ കളിച്ച ആ കിടിലൻ മൂവിനെ പറ്റി ഒന്ന് ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ചിന്തിച്ച് നോക്കാൻ കുറച്ചും കൂടെ ഒരു എളുപ്പ വഴിയായിട്ട് ഒരു ക്ലൂ പോലെ തരുവാണെങ്കിൽ കാൾസന് ഇവിടെ ഒരു എൻ ഗെയിമിലോട്ട് ഫോഴ്സ് ചെയ്യണം. ഇവിടെ പ്രജ്ഞാനന്ദയെ എങ്ങനെയാണ് എൻ ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ കാൾസൺ പൊലിയാണെന്ന് അറിയാലോ. എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എൻ ഗെയിം ഫോഴ്സ് ചെയ്തിട്ട് കാൾസനെ ജയിക്കാൻ പറ്റുക? ഒന്ന് കണ്ടു നോക്കിയാലോ. നൈറ്റ് E6 വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു നീക്കം. അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലുള്ള ത്രെട്ട് എന്താണ്? ക്യൂൻ ടേക്സ് G7 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. നൈറ്റും ക്യൂനും കൂടെ ഉണ്ട്, നേരെ ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യണേ? അത് മാത്രമല്ല ഈ ഒരു റൂക്കിലേക്കും അറ്റാക്കാണ്. എങ്ങനെയാണ്? ഈ നൈറ്റ് വെച്ച് അറ്റാക്ക് ചെയ്യണം, റൂക്കും വെച്ച് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയമാണ്, പോൺ വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുത്താൽ എന്താ കുഴപ്പം? വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ക്യൂൻ വെച്ച് ഇവിടെ ക്യൂവിനെ വെട്ടും. തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കാൾസന് ഈസിലി പ്ലസ് പൊസിഷനാണ്. വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ 2 റൂക്കുകളും ഉണ്ട്. ഇവൻ ഈ പോണിനെ വെട്ടിയെടുത്താലും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? റൂക്കിനെ ഇവിടെ A7 കൊണ്ടുവന്നിട്ട് ഈ പോണിനെയൊക്കെ നേടാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കൊന്നും പോയില്ല. അപ്പോൾ അതിനുശേഷം നൈറ്റ് E6 ശേഷം ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? ക്യൂൻ വെച്ച് ആദ്യം ക്യൂവിനെ വെട്ടിയെടുക്കുന്നു പ്രജ്ഞാനന്ദ. കാൾസൺ തിരിച്ച് ക്യൂവിനെ വെട്ടുന്നു. റൂക്കുകളെ ഡബിൾ ചെയ്യുന്നു പ്രജ്ഞാനന്ദ. കാൾസൺ ഇവിടെ A5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് C2 കളിക്കുന്നു. റൂക്കിനെ ഇവിടെ ഈ 2 റൂക്കുകളുടെയും ഇതിലേക്കും ബിഷപ്പിലേക്കും നേരെ അറ്റാക്ക് ചെയ്യണം. ബിഷപ്പ് ജസ്റ്റ് തിരികെ പോകുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ വേറെ ഏതെങ്കിലും മൂവ് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇവിടെ ബിഷപ്പ് D3 കളിച്ചതോടെ ഇവിടെ കുറച്ചും കൂടെ ചാൻസുകൾ ഇവിടെ കാൾസന് കൊടുക്കുകയാണ്. ഇവിടെ റൂക്ക് വെച്ച് ഇവിടെ വെട്ടിയെടുത്തു. ഒരു പക്ഷേ ഇവിടേക്ക് ഇങ്ങനെ കളിക്കുന്നതിന് കുറച്ചും കൂടെ നല്ലൊരു മൂവ്, ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ലൊരു മൂവ് ഇവിടെ ബിഷപ്പിനെ ഇവിടെ G6 H7 കളിക്കുന്നതാണ്. കാരണം ഈ ഒരു ബിഷപ്പ് എപ്പോഴും അറ്റാക്കിലേക്ക് വരാവുന്നതാണ്. എന്നാൽ ഈ സ്ക്വയറുകളെല്ലാം ഇവിടെ വൈറ്റിൻ്റെ പരിധിയിൽ ഉണ്ട് താൻ. ആദ്യം റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടുന്നു, തിരികെ വെട്ടുന്നു. ഇവിടെ F3 കളിക്കുന്നു. നിങ്ങൾ ആലോചിക്കും, ഇതെന്താണ്? ഈ ഒരു പോൺ ഫ്രീ അല്ലേ, വെട്ടിയെടുത്തൂടെ? പക്ഷെ പണി കിട്ടും. എന്താണ്? നേരിട്ട് ചെക്ക്മേറ്റ് ആയിപ്പോവും. അതിനു പകരം ഇവിടെ പോൺ F3 കളിക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ റൂക്കിനെ ഇവിടെ C5 കളിച്ച് ആ ഒരു പോണിന് ഒരു ഡിഫൻസ് കൊടുക്കുന്നു. കാൾസൺ കിങ്ങിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. H5 കളിക്കുന്നു. കിങ്ങിനെ ഇനി റീറൂട്ട് ചെയ്യാണ്. കിങ്ങിനെ അപ്പോൾ ഇനി പതുക്കെ ഇവിടെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. G6 കളിക്കുന്നു പ്രജ്ഞാനന്ദ. കാൾസൺ കിങ് D2 കളിക്കുന്നു. ബിഷപ്പിനെ ഇവിടെ ഇപ്പോൾ ബിഷപ്പിലേക്ക് നേരെ അറ്റാക്ക് ആണല്ലോ. ബിഷപ്പിനെ ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി വേറെ നല്ല സ്ക്വയറുകളൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് പാസീവായി പോകും. അതിനു പകരം ഇവിടെ ഈ ഒരു സ്ക്വയറിലേക്ക് വരികയാണ്. ഇവിടെ റൂക്കിനെ ഇവിടെ C1 കളിക്കുന്നു. വെട്ടിയെടുക്കുന്നു. ഒരു പ്രോപ്പർ എൻ ഗെയിമിലോട്ട് പോകുന്നു. ബിഷപ്പിനെ D7 കളിക്കുന്നു പ്രജ്ഞാനന്ദ. കാൾസൺ കിങ് B2 കളിക്കുന്നു. കിങ് F8, കിങ് C3. അപ്പോൾ കിങ് കൂടുതൽ അടുത്ത് വരികയാണ്. ഇപ്പോഴും ഇതൊരു ഡ്രോയിഷ് എൻ ഗെയിമിലേക്കാണ് പോകുന്നത്. കിങ് E7. നൈറ്റിനെ ഇനി വേറെ നല്ല സ്ക്വയറിലോട്ട് പോകാൻ പോവാണ്. കിങ് ഇവിടെ D6 വരുന്നു. കിങ് വീണ്ടും എടുക്കുന്നു. കിങ്ങിനെ ഇവിടെ രണ്ടും ഒരു ഒപ്പോസിഷൻ രീതിയിലേക്ക് എത്തുന്നു.
ഇവിടെ A4 കളിക്കുന്നു. കാൾസൺ പോണിനെ വെട്ടിയെടുക്കുന്നു. പ്രജ്ഞാനന്ദ തിരിച്ച് ആ ബിഷപ്പ് വെച്ചിട്ട് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. നൈറ്റിനെ ഇവിടെ F4 കളിച്ചിട്ട് എവിടേക്കാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത്? ഈ ഒരു പോണിലേക്കാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു. H4 കളിക്കുന്നു ഇവിടെ കാൾസൺ. പ്രജ്ഞാനന്ദ തൻ്റെ ബിഷപ്പിനെ ഈ ഒരു ഡയഗണലിൽ തന്നെ വെക്കുകയാണ്, ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. G4. അപ്പോൾ കാൾസന് ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ സൈഡിൽ മെജോറിറ്റി കൂടുതലുണ്ട്, പോൺ പുഷൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ കിങ്ങിനെ E7 കളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇങ്ങനെ കളിക്കാതെ ഇപ്പോൾ ഒരു പക്ഷേ ബിഷപ്പിന് ഇവിടേക്കൊക്കെ കളിച്ച് എന്താ കുഴപ്പം? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ H5 കളിക്കും. ഇനി ആ പോണിനെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ പോൺ വെച്ച് വെട്ടി അത് ക്യൂൻ സൈഡിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ കിങ് അവിടേക്ക് ഓടി എത്തിയില്ലെങ്കിൽ ഇതൊരു പ്രൊമോഷൻ്റെ രീതിയിലേക്ക് പോകും. അപ്പോൾ ആ പോണിനെ കൊടുക്കാതെ ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് കിങ് E7 കളിക്കുന്നു. ഇവിടെ നൈറ്റ് വെച്ച് വെട്ടി ചെക്ക് കൊടുക്കുന്നു. കിങ് E6 പോകുന്നു. E4 കളിക്കുന്നു. ബിഷപ്പ് ആ ഡയഗണലിൽ തന്നെ വെക്കുകയാണ് ഇവിടെ പ്രജ്ഞാനന്ദ. നൈറ്റ് F4 ചെക്ക് കളിക്കുന്നു. കിങ് F6 പോകുന്നു. G5 ചെക്ക്. അപ്പോൾ ഇവിടെ പ്രജ്ഞാനന്ദയുടെ കിങ്ങിന് ഇപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല. കിങ് ഇവിടെ G7 പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഇവിടെ കാൾസൺ തൻ്റെ കിങ്ങിനെ സെൻട്രലൈസ് ചെയ്ത് മാക്സിമം തൻ്റെ പീസുകളെല്ലാം നല്ലൊരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ പ്രജ്ഞാനന്ദ ഒരു കിടലും മൂവ് കളിക്കുകയാണ്, ബിഷപ്പ് C2. ഇതിൻ്റെ ഐഡിയ, ഇപ്പോൾ കാൾസൻ്റെ ഐഡിയ കിങ്ങിനെ നല്ല പവർഫുള്ളായുള്ള ഈ സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷേ കിങ്ങിന് ഇപ്പോൾ മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ പോൺ ഇവിടെ വീഴും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൾസൻ്റെ പ്ലാൻ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. പക്ഷെ കാൾസൺ ഇവിടെ ആദ്യം നൈറ്റിനെ ഇവിടേക്ക് കളിക്കുന്നു. അപ്പോൾ പ്ലാൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ബിഷപ്പ് D3 കളിക്കുന്നു. ഇത് കുറച്ചൊരു ഇന്നാക്യുറസിയാണ് ഇവിടെ പ്രജ്ഞാനന്ദയുടെ സൈഡ്. ഇവിടെ നിന്നാണ് തൻ്റെ കളി ഇവിടെ കൈവിട്ട് പോകുന്നത്, ബിഷപ്പ് D3 എന്നുള്ള മൂവിന് ശേഷം. അതിന് പകരം വെറുതെ ഈ ഒരു മൂവിന് പകരം വെറുതെ കിങ് F8 കളിച്ചാൽ മതി. ഇതിൻ്റെ ഐഡിയ, ഇപ്പോൾ നൈറ്റ് F6 പോലത്തെ മൂവ് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ കിങ് E7 കളിച്ചിട്ട് ഇതൊരു ഡ്രോയിഷ് എൻ ഗെയിമിലായിട്ടാണ് ഇവിടെ പോകുന്നത്. പക്ഷേ ഇങ്ങനൊരു മൂവിന് ശേഷം ബിഷപ്പ് D3, ഇവിടെ ബിഷപ്പ് C2 ശേഷം ഇതിന് ശേഷം ഈ ഒരു ബിഷപ്പിന് ഇവിടെ തന്നെ നിലനിർത്തിയത് അത്ര നല്ല ഐഡിയ ആയിരുന്നില്ല. അതിന് പകരം കിങ്ങിനെ മാറ്റി കളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മനുഷ്യരാണ്, കാൾസിനെതിരെയാണ് കളിക്കുന്നത്, അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നൈറ്റ് F6 കളിക്കുന്നു. ഇനി കിങ് മാറുന്നു. അപ്പോൾ ഇനിയുള്ള പ്രത്യേകത, ഈ നൈറ്റ് ഈ ഒരു പോണിനെ ഗാർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കിങ് മൂവ് ചെയ്യാൻ ഭയങ്കര ഫ്രീ ആണ്. അതുകൊണ്ട് കാൾസൺ തന്നെ പവർഫുള്ളായിട്ടുള്ള കിങ്ങിന് D6 കൊണ്ടുവന്നു. ഇനി കളി ഏകദേശം തീരുമാനമായി. ബിഷപ്പ് തിരികെയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നു. ഇവിടെ കാൾസൺ ഓൾറെഡി വളരെയധികം വിന്നിങ് ആണ്. കിങ്ങിന് ഇവിടെ ഒരു ക്യൂനിങ് സ്ക്വയറിലേക്ക് നല്ല കൺട്രോൾ കൊടുക്കണം. ബിഷപ്പ് വീണ്ടും മാറി കളിക്കണം. ഇനി കിങ് ഇവിടേക്ക് എത്തി. ബിഷപ്പ് വീണ്ടും മാറി കളിക്കണം പ്രജ്ഞാനന്ദ. ഇവിടെ ആദ്യം നൈറ്റ് വെച്ചൊരു ചെക്ക് കൊടുക്കണം. കിങ് മാറുന്നു. ഇനി പോണിനെ പുഷ് ചെയ്യുന്നു. ഇനി ഇവിടെ ബിഷപ്പ് F5 കളിക്കുന്നു. ഇവിടെ ഇപ്പോൾ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള ഈ ഒരു പോൺ മെജോറിറ്റി ഒരു ജയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ബിഷപ്പ് തിരികെ പോകുന്നു. ഇവിടെ നൈറ്റിനെ ഇവിടെ C5 കളിക്കുന്നു. ഇവിടെ കാൾസൺ എന്താണ് ഐഡിയ എന്ന് നോക്കാം. ഇവിടെ ബിഷപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഐഡിയ പതുക്കെ ഈ ഒരു പോണിനെ എങ്ങനെ നേടാം എന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ മാറുന്നു. ഇവിടെ ഫൈനലി D6 വന്നു. ഇനി എന്താണ് ത്രെട്ട്? ഇവിടേക്ക് എടുക്കാൻ. പക്ഷെ അത് മാത്രമാണ് ത്രെട്ട്. ഇവിടെ പ്രജ്ഞാനന്ദ തൻ്റെ 18 അടവ് നോക്കുന്നു. ഇവിടെ ഇതിനെ തടുക്കാൻ നോക്കണം. പക്ഷെ കാൾസൺ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ വിന്നിങ് മൂവ് ഉണ്ട്. നൈറ്റ് വെച്ച് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോണിനെ കൂടെ വെട്ടിയെടുത്തു. ഇനിയിപ്പോൾ ഒന്നും തന്നെ ഇവിടെ ബ്ലാക്കിന് ചെയ്യാനില്ല. ആ നൈറ്റിനെ അവിടെ അങ്ങ് സാക്രിഫൈസ് ചെയ്ത പോലെ. അപ്പോൾ ഇതങ്ങ് വെട്ടിയെടുത്തു. പക്ഷേ ഈ ഒരു സാക്രിഫൈസിൻ്റെ ഗുണം ഈ ഒരു പോൺ പുഷ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ബിഷപ്പ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിങ് മാറുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ ഇവിടെ പോണിനെ ഇവിടെ പ്രൊമോഷൻ തടയാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ വെട്ടിയെടുത്താൽ പോലും കാര്യമൊന്നുമില്ല. കിങ്ങിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, കാരണം എന്താണ്, ആ പോണുള്ളതുകൊണ്ട്. ബിഷപ്പ് വെച്ചിട്ട് ഈ പോണിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പോലും ഇത് ഓൾറെഡി വിന്നിങ് ആണ്. കിങ് G8, ഇവിടെ കിങ് F6 ശേഷം ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ കിങ്ങിനെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇനി ഈ പോണിനെ വിട്ടു കൊടുക്കേണ്ടി വരും ഫൈനലി. അപ്പോൾ അതുകൊണ്ട് എന്താണ് കാര്യം, കളി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്യൂട്ടിഫുൾ രീതിയിൽ ജയിക്കാൻ പറ്റും. ഇങ്ങനെ വെട്ടി ഇനിയിപ്പോൾ ഈ പോൺ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ ക്യൂനാവുകയും ചെയ്യും, ഈസിലി ജയിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആ ഒരു മൂവിന് ശേഷം ഇവിടെ ഇതിന് വെട്ടിയതിന് ശേഷം ഇത് മാറിയതിന് ശേഷം ഇങ്ങനെ ഒരു ലൈനിലോട്ട് പോകുന്നതിന് പകരം ഇവിടെ ഈ ഒരു പൊസിഷനിൽ
ഇവിടെ പ്രജ്ഞാനന്ദ റിസൈൻ ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ പോൺ എന്തായാലും ക്യൂനെയും അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പ് കൊടുത്തിട്ട് ഈ ഒരു എൻ ഗെയിം സിമ്പിൾ വിന്നാവും. അപ്പോൾ കാൾസൺ തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.